നമസ്കാരം പ്രിയ കുട്ടികളെ, നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിൻ്റെ മാത്സ് ഒന്നാമത്തെ ചാപ്റ്ററായ സമവാക്യ ജോഡികൾ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് അതിൽ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 18 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നോക്കുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the difference of the two smaller angles of a right triangle is 20 degree. Calculate all three angles. ഒരു മട്ടത്രികോണത്തിലെ ചെറിയ കോണുകളുടെ വ്യത്യാസം 20 ഡിഗ്രിയാണ്. അതിൻ്റെ കോണുകൾ 3 കണക്കാക്കുക. അപ്പോൾ ഒരു മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ ഒരു കോൺ 90 ഡിഗ്രി, ഒരു കോൺ മട്ടമായിട്ടുള്ളതാണ് മട്ടത്രികോണം. നമ്മളൊരു ഏകദേശ ചിത്രം വരയ്ക്കുകയാണ്. ഒരു മട്ടത്രികോണം, ഈ പരസ്പരം ലംബമായിട്ടുള്ള ഈ കോണ്, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ കോണാണ് 90 ഡിഗ്രി. ഒരു ത്രികോണത്തിൻ്റെ ആകെ കോണുകളുടെ തുക 180 ആണ്. അപ്പോൾ ഒരെണ്ണം 90 ആണെങ്കിൽ ബാക്കി രണ്ടും കൂടെ കൂടുമ്പോഴാണ് 90 ആവുന്നത്. അതിൻ്റെ അർത്ഥം ഈ രണ്ട് കോണുകളും 90നേക്കാൾ ചെറുതാണ്. അപ്പോൾ ഇവയാണ് ചെറിയ കോണുകൾ. ആ ചെറിയ കോണുകളുടെ വ്യത്യാസമാണ് 20 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ആകെ കോണുകളാണ് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ത്രികോണത്തിൻ്റെ 3 കോണുകൾ കണക്കാക്കണം. മട്ടത്രികോണം ആയതുകൊണ്ട് ഈ കോൺ 90 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഇത് രണ്ടാണ് കാണാനുള്ളത്. അപ്പോൾ അത് നമുക്ക് ചരായിട്ടെടുത്താൽ ഈ കോൺ എക്സും ഇത് വൈയും, ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് 20 ഡിഗ്രി. അപ്പോൾ ചെറിയ കോണുകൾ എക്സ് വൈ എന്ന് കരുതുക. അപ്പോൾ ഇനി നമുക്ക് സമവാക്യം എഴുതാം. എക്സ് മൈനസ് വൈ സമം 20 ഡിഗ്രി, ഈ ചെറിയ കോണുകൾ തമ്മിലുള്ള വ്യത്യാസം. ഇനി വേറെ ബന്ധമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ 2 ചരങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2 സമവാക്യങ്ങൾ ഉണ്ടെങ്കിലേ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സമവാക്യം കൂടി നമുക്ക് ഇതിൽ നിന്ന് രൂപീകരിക്കണം. ഏതൊരു ത്രികോണത്തിൻ്റെയും 3 കോണുകളുടെ തുക 180 ആണ്. അപ്പോൾ നമുക്ക് തന്നെ നമ്മൾ രൂപീകരിക്കാൻ പോവുകയാണ്. ഈ പ്രത്യേകത അനുസരിച്ച് ഇതിൻ്റെ 3 കോണുകൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഈ കോൺ 90 ഡിഗ്രിയാണ്, 90, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 180 ആണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ 90 ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എക്സ് പ്ലസ് വൈ സമം 180 മൈനസ് 90, അതായത് എക്സ് പ്ലസ് വൈ സമം 90. ഇപ്പോൾ നമ്മൾ രണ്ടാമതൊരു സമവാക്യം കൂടി രൂപീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് നമുക്ക് തന്നിട്ടുള്ള ബന്ധം അനുസരിച്ച് എക്സ് മൈനസ് വൈ സമം 20 എന്നും, ഇനി ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഒന്നും എഴുതിയില്ലെങ്കിലും നമുക്ക് എക്സ് പ്ലസ് വൈ സമം 90 എന്ന് എഴുതാൻ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നേരത്തെ പറഞ്ഞു, ഒരു ത്രികോണത്തിൻ്റെ ആകെ കോണുകളുടെ തുക 180 ആണ്. ഈ ഒരു കോൺ 90 ആണെങ്കിൽ ബാക്കിയുള്ള 2 കോണുകളുടെ തുക 90 ആയിരിക്കും. അപ്പോൾ എക്സ് പ്ലസ് വൈ സമം 90 എന്ന് നമുക്ക് നേരിട്ടും എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് 2 സമവാക്യം കിട്ടിയിരിക്കുകയാണ്. എക്സ് മൈനസ് വൈ, അത് താഴേക്ക് ഒന്നും കൂടി എടുത്ത് എഴുതുകയാണ് ക്രിയ ചെയ്യാൻ വേണ്ടി. എക്സ് മൈനസ് വൈ സമം 20 എന്നും എക്സ് മൈനസ് വൈ സമം 20 എന്നും എക്സ് പ്ലസ് വൈ സമം 90. നമുക്ക് 2 സമവാക്യം കിട്ടി. ഇനി ഇത് നമുക്ക് ക്രിയ ചെയ്യാൻ എളുപ്പമാണ്. ഇത് കൂട്ടിയാലും കുറച്ചാലും ഏതെങ്കിലും ഒരു ചരം പൊക്കോളും. ഇത് ഈ സമവാക്യത്തിൽ നിന്ന് ഈ സമവാക്യം കുറയ്ക്കുകയാണെങ്കിൽ എക്സ് പോവും, കൂട്ടുകയാണെങ്കിൽ സങ്കലന വിപരീതം അഡിറ്റീവ് ഇൻവേഴ്സ് ഇത് 0 ആവും. അപ്പോൾ നമുക്ക് കൂട്ടിയിട്ട് ഇത് കളയാണ് നമുക്ക് എളുപ്പം. അപ്പോൾ നമ്മൾ ഈ 2 സമവാക്യങ്ങൾ, ഒന്നാമത്തെ സമവാക്യവും രണ്ടാമത്തെ സമവാക്യവും തമ്മിൽ കൂട്ടുമ്പോൾ എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് വൈ മൈനസ് വൈ 0, 90 പ്ലസ് 20 110. അപ്പോൾ 2x സമം 110, എക്സ് സമം 110/2 സമം 55 ഡിഗ്രി. അപ്പോൾ ഒരു കോൺ 55 എന്ന് കിട്ടി. ഇനി മറ്റേ കോൺ എക്സ് പ്ലസ് വൈ സമം 90 ഈ സമവാക്യം എടുത്താൽ 55 പ്ലസ് വൈ ഈ സമവാക്യത്തിൽ നമ്മൾ ഈ വില കൊടുക്കുകയാണ്, സമം 90, വൈ സമം 90, 55 ഇങ്ങോട്ട് വന്നാൽ മൈനസ് 55 സമം 45. അപ്പോൾ വൈ സമം 45. അപ്പോൾ ദ സ്മോൾ ആംഗിൾസ് ആർ 55 ആൻഡ് 45. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ ലാർജർ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ എ സ്മോളർ നമ്പർ, the quotient and remainder are both 2. When 5 times the smaller is divided by the larger, the quotient and remainder are still both 2. What are the numbers?
രണ്ട് സംഖ്യകളിൽ വലുതിനെ ചെറുതുകൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലവും ശിഷ്ടവും 2 കിട്ടി. ചെറുതിൻ്റെ 5 മടങ്ങിനെ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോഴും ഹരണഫലവും ശിഷ്ടവും 2 തന്നെ. സംഖ്യകൾ കണക്കാക്കുക. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 2 സംഖ്യകളാണ്, അത് നമുക്കറിയില്ല. പക്ഷെ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ അത് ചരമായിട്ട് എടുക്കുകയാണ്. അപ്പോൾ വലിയ സംഖ്യ എക്സ് എന്നും വലിയ സംഖ്യ എക്സ് എന്നും ചെറിയ സംഖ്യ വൈ എന്നും കരുതുക. അങ്ങനെയാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. ഇനി ഒരു പറഞ്ഞതിനനുസരിച്ചുള്ള സമവാക്യം നമുക്ക് രൂപീകരിക്കണം. വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലവും ശിഷ്ടവും 2 കിട്ടി. എങ്ങനെയാണ് നമ്മൾ 2 സംഖ്യകൾ തമ്മിൽ ഹരിക്കുക? ഒരു 37നെ 5 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ 37 5 37ൽ 5 എത്ര പ്രാവശ്യമാണ്? 7 പ്രാവശ്യം. ഇനി എങ്ങനെ ഇവിടെ എഴുതുക നമ്മൾ? ഈ 7 × 5 35. 37ൽ നിന്ന് 35 മൈനസ് ചെയ്തു, 2 ശിഷ്ടം. എങ്ങനെയാണ് നമ്മൾ എഴുതുക അല്ലേ? അത് നമ്മൾ ചരം ഉപയോഗിക്കണമെന്ന് മാത്രം. അതിൽ വലിയ സംഖ്യ എക്സ് ആണ്, ചെറിയ സംഖ്യ വൈ ആണ്. അതുപോലെ തന്നെ നമുക്ക് എഴുതിയാൽ എക്സിനെ വൈ കൊണ്ട് നമ്മൾ ഹരിക്കുകയാണ്. എക്സിനെ വൈ കൊണ്ട് ഹരിക്കണം. ഇനി ഇതേപോലെ 37ൽ 5 എത്ര പ്രാവശ്യം പോവും എന്നൊന്നും ഇതിൽ നോക്കേണ്ട കാര്യമില്ല. കാരണം ഹരണഫലം 2 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ അടുത്ത പദം നമ്മൾ എങ്ങനെ എഴുതുക? ഈ 7 കിട്ടിക്കഴിഞ്ഞാൽ 35 കിട്ടണമെങ്കിൽ ഈ 7 × 5 ഇവ തമ്മിൽ ഗുണിച്ച് അവയുടെ ഗുണനഫലമാണ്, അതിൻ്റെ പ്രോഡക്റ്റാണ് ഈ 35. അതേപോലെ ഇവിടെ 2 ഹരണഫലമാണ്. അപ്പോൾ ഇനി അടുത്ത പദം എഴുതാൻ 2 × y 2y. ഇനി എന്ത് ചെയ്യും? 37ൽ നിന്ന് നമ്മൾ 35 മൈനസ് ചെയ്തു. ഇവിടെ 2 ശിഷ്ടം നമുക്ക് മൈനസ് ചെയ്തപ്പോൾ കിട്ടി. പക്ഷേ ഇവിടുത്തെ ചരങ്ങളാണ്. ഇവിടെ ശിഷ്ടം നമുക്ക് 2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കാണ് അവർ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ എഴുതിയിരിക്കുന്നത്. വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ചു, ഹരണഫലം 2ഉം ശിഷ്ടം 2ഉം. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മളൊരു സമവാക്യം രൂപീകരിക്കുന്നത്? ഇവിടെ എക്സ് മൈനസ് 2y സമം 2. ഈ എക്സിൽ നിന്ന് 2y കുറച്ചപ്പോഴാണ് 2 കിട്ടിയത്. ഇതാണ് നമ്മുടെ സമവാക്യം. എക്സ് മൈനസ് 2y സമം 2. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സമവാക്യം. ഇനി രണ്ടാമത് നോക്കാം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ചെറുതിൻ്റെ 5 മടങ്ങിനെ, ചെറിയ സംഖ്യ നമ്മൾ y ആയിട്ട് എടുത്തിരിക്കുന്നത്, അതിൻ്റെ 5 മടങ്ങെന്ന് പറഞ്ഞാൽ എന്താ? 5y. ആ 5yനെയാണ് ഇനി എക്സ് കൊണ്ട് ഹരിക്കുന്നത്. അപ്പോൾ ഇവിടെ 5y അതിനെ എക്സ് കൊണ്ട് ഹരിക്കുന്നു. അതും നമുക്ക് ഇതേപോലെ എഴുതാം. എക്സ് ഹരണഫലം ഇതിലും 2 ആണ് തന്നിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ പദം എഴുതുന്നത്? 2 × x 2x മൈനസ് ഇവിടെ ശിഷ്ടം, ഇവിടെ ശിഷ്ടം 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് സമവാക്യമായിട്ട് എഴുതുക? 5y മൈനസ് 2x സമം 2. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സമവാക്യം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് ഈ 2 സമവാക്യത്തിൽ നിന്ന് എക്സും വൈയും കാണണം. ഈ 2 സമവാക്യങ്ങൾ എടുത്താൽ ഇതിൽ എക്സ് ആണ് ആദ്യം, പിന്നെ വൈ ആണ്. പക്ഷേ ഇതിൽ വൈ ആണ് ആദ്യം കിടക്കുന്നത്, പിന്നീടാണ് എക്സ് വരുന്നത്. നമുക്ക് ക്രിയ ചെയ്യണമെങ്കിൽ ഇതേ ഓർഡറിൽ തന്നെ എഴുതുന്നതാണ് എളുപ്പം. അപ്പോൾ അത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് എടുത്തെഴുതാം. ഇത് എക്സ് മൈനസ് 2y സമം 2. ഇതിൽ എക്സിൻ്റെ പദം നമ്മൾ ആദ്യം എഴുതണമെന്ന് മാത്രം. മൈനസ് 2x പ്ലസ് 5y സമം 2. അപ്പോൾ ഈ സമവാക്യങ്ങൾ നമ്മളൊന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി എഴുതിയെന്നുള്ളൂ. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് അതിൽ ഏതെങ്കിലും ഒരു മാർഗ്ഗം ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു ചരം നമുക്ക് ഒഴിവാവണം. ഇപ്പോൾ ഇവിടെ ഒരു ചരം ഒഴിവാവാൻ ഇവിടെ എക്സിൻ്റെ ഗുണോത്തരം 1ഉം ഇതിൽ എക്സിൻ്റെ ഗുണോത്തരം -2 ആണ്. അപ്പോൾ വ്യത്യസ്ത ചിഹ്നങ്ങൾ ഇവിടെ 2 വന്നാൽ 2x ആണെങ്കിൽ ആ 2x -2x അവ തമ്മിൽ കൂട്ടുമ്പോൾ 0 ആയിക്കോളും. അപ്പോൾ ഒന്നാമത്തെ സമവാക്യത്തിനെ നമുക്ക് 2 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ എന്താ വരിക? ഒന്നാമത്തെ സമവാക്യം എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 2y സമം 2. ഇതാണ് ഒന്നാമത്തെ സമവാക്യം. അതിനെ 2 കൊണ്ട് ഗുണിക്കുകയാണ്, ഈ 2 കൊണ്ട്. അപ്പോൾ എക്സ് × 2
-2y ഇൻറ്റു 2 ഇത് 2. അപ്പോൾ 2x -2y ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ -4y സമം 4. അപ്പോൾ 2x -4y. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ ഇതിപ്പോൾ മൂന്നാമത്തെ ഒരു സമവാക്യമാണ്. ഈ രണ്ടാമത്തെ സമവാക്യം ഒന്നും കൂടെ എടുത്ത് എഴുതിയാൽ -2x + 5y സമം 2. രണ്ടാമത്തെ സമവാക്യം ഒന്നും കൂടെ എഴുതിയതാണ്. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? നമുക്ക് രണ്ട് സമവാക്യങ്ങൾ കിട്ടി. അതിനെ നമ്മൾ എക്സും വൈയും ഒന്ന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്ന് മാറ്റിയിട്ടു. അപ്പോൾ നമുക്ക് രണ്ട് സമവാക്യങ്ങൾ കിട്ടി. ഈ രണ്ട് സമവാക്യങ്ങളിൽ എക്സിൻ്റെ ഗുണോത്തരം തുല്യമാക്കുകയാണ് നമ്മൾ. തുല്യമാക്കുകയാണെങ്കിലും ഒന്ന് വ്യത്യസ്ത ചിഹ്നമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. വ്യത്യസ്ത ചിഹ്നമാണെങ്കിലും അത് കൂട്ടുമ്പോൾ സങ്കലന വിപരീതം അഡിറ്റീവ് ഇൻവേഴ്സ് 0 ആയിക്കോളും. അതാണ് നമുക്ക് സൗകര്യം. അപ്പോൾ അത് തുല്യമാക്കണമെങ്കിൽ ഈ സമവാക്യത്തിനെ ഈ എക്സിൻ്റെ ഗുണോത്തരമായ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ അത് ഗുണിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഒന്നാമത്തെ സമവാക്യത്തിനെ ഈ 2 കൊണ്ട് ഗുണിച്ചു. x -2y സമം 2 ആയിരുന്നു. ഓരോന്നിനും 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഗുണിച്ചപ്പോൾ 2x -4y സമം 4. അപ്പോൾ ഇതിനെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയ പുതിയ സമവാക്യമാണ്. ഇനി ഈ സമവാക്യത്തിന് നമ്മളൊന്നും ചെയ്യേണ്ട, കാരണം ആ എക്സിൻ്റെ ഗുണോത്തരം ഇവിടെ -2 ഉണ്ട്. ആ സമവാക്യം നമ്മൾ ഒന്നും കൂടി എടുത്ത് എഴുതിയെന്ന് മാത്രം. ഇവിടെ എടുത്ത് എഴുതി. ഇനി നമുക്കിവ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പോൾ 3 + 2 gives 2x -2x 0 -4y + 5y. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നട്ടാൽ മതി. y 5 വലുത്. y സമം 4 2 6. y സമം 6 ഒരു സംഖ്യ കിട്ടി. ഇനി നമുക്ക് അത് ഈ സമവാക്യത്തിൽ കൊടുക്കാം. ഒന്നാമത്തേതിൽ വില x - 2 ഇൻറ്റു വൈയുടെ സ്ഥാനത്താണ് നമ്മൾ 6 കൊടുക്കണത്. ഇതിൽ സമം 2. അപ്പോൾ x - 12 സമം 2. x സമം 2 + 12. ഈ -12 ഇങ്ങോട്ട് കൊണ്ടുവന്നു. സമം 14. അപ്പോൾ x സമം 14 y സമം 6. നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. നമ്മളോട് ആദ്യം പറഞ്ഞത് ഈ 14നെ 6 കൊണ്ട് ഹരിച്ചാൽ, അല്ലേ, വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 14നെ 6 കൊണ്ട് ഹരിച്ചാൽ 6 12. അപ്പോൾ ശിഷ്ടം 2. അപ്പോൾ ഹരണഫലവും 2 ശിഷ്ടവും 2. പിന്നെ പറഞ്ഞത് ഈ ചെറിയ സംഖ്യയുടെ 5 ഇരട്ടി എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 6 5 30. അതിനെ വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയാ? എക്സ് നമ്മൾ എത്രയാണ് എടുത്തിരിക്കണത്? 14 കൊണ്ട് ഹരിച്ചാൽ ഈ 14 28 ശിഷ്ടം 2. അപ്പോൾ നമ്മുടെ ഉത്തരം ശരിയാണ്. സംഖ്യകൾ 14 6. The third question, the sum of the digits of a 2-digit number is 11. The number got by interchanging the digits is 27 more than the original number. What is the number? ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 ആണ്. ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. ഏതാണ് സംഖ്യ? നമുക്ക് നോക്കാം. രണ്ടക്കമുള്ള സംഖ്യയാണ്. അപ്പോൾ സംഖ്യ എഴുതണമെങ്കിൽ രണ്ടക്കവും വേണം. 10ൻ്റെ സ്ഥാനത്ത് അക്കവും വേണം, ഒറ്റയുടെ സ്ഥാനത്ത് അക്കവും വേണം. നമുക്ക് 10ൻ്റെ സ്ഥാനത്തെ അക്കം, 10ൻ്റെ സ്ഥാനത്തെ അക്കം എക്സ് എന്നും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം y എന്നും കരുതാം. y എന്നും കരുതുക. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം y ആണ്, 10ൻ്റെ സ്ഥാനത്തെ അക്കം x ആണ്. ഒറ്റയുടെ സ്ഥാനത്ത് y, 10ൻ്റെ സ്ഥാനത്ത് x. പക്ഷേ ഇങ്ങനെ നമ്മൾ xy ഇതാണ് സംഖ്യ എന്ന് എഴുതിയാൽ, xy എന്ന ചരം ഉപയോഗിച്ച് നമ്മളിങ്ങനെ എഴുതിയാൽ ഇതിൻ്റെ അർത്ഥം x ഇൻറ്റു y എന്നാണ്. 57 ഒറ്റയുടെ സ്ഥാനത്തക്കം 7, 10ൻ്റെ സ്ഥാനത്തക്കം 5. ഇത് നമ്മൾ 5 ഇൻറ്റു 7 എന്നല്ല. ഇതിൻ്റെ അർത്ഥം ഇവിടെ 7 ഒറ്റകളും 5 10കളും ഉണ്ടെന്നാണ്. പക്ഷെ ചരങ്ങൾ അതുപോലെ എഴുതിയാൽ ഇവ തമ്മിൽ ഗുണനാണ് ഇവിടെ നടക്കുക. അതുകൊണ്ട് ഇതിനെ സംഖ്യയായിട്ട് എഴുതുമ്പോൾ ഒന്നും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം.
അപ്പോൾ 57 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആശയം 5 10 ഉണ്ട് പ്ലസ് 7 1 5 10 50 പ്ലസ് 7 1 7 അങ്ങനെയാണ് നമുക്ക് 57 കിട്ടുന്നത്. ഇവിടെ നമ്മൾ ഇത്രയ്ക്ക് പിരിച്ച് ഇങ്ങനെ ഒന്നും എഴുതേണ്ട കാര്യമില്ല. ഇത് ഒറ്റയുടെ സ്ഥാനത്താണ്, 10ൻ്റെ സ്ഥാനത്താണ്, അതുകൊണ്ട് ഇത് 57 57 എന്ന് പറയുമ്പോൾ തന്നെ അവിടെ 5 10 7 1 നമുക്കറിയാം. പക്ഷേ ചരങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ XY എന്ന് ചേർത്ത് എഴുതിയാൽ X × Y എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇവിടെ ഈ ആശയം നമ്മൾ പിരിച്ച് തന്നെ എഴുതണം. അപ്പോൾ 10ൻ്റെ സ്ഥാനത്തെ അക്കം X ആണെങ്കിൽ ഇവിടെ 10X എന്നും പ്ലസ് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം Y ആണെങ്കിൽ പ്ലസ് ഒരു Y എന്ന് എഴുതണ്ട, 10X പ്ലസ് Y. ഇതാണ് നമ്മുടെ സംഖ്യ. ഇനി നമുക്ക് സമവാക്യം രൂപീകരിക്കാം. ഒരു 2 അക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക. അപ്പോൾ അക്കങ്ങൾ ഇതാണ്, Xഉം Y ആണ് അക്കങ്ങൾ. അത് അക്കങ്ങളായിട്ട് നമുക്ക് എടുക്കാം. അതിൻ്റെ തുകയാണ് 11 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് X + Y = 11. അപ്പോൾ 57 ഇതിൽ അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 5ഉം 7ഉം കൂടെ കൂട്ടിയാൽ 5 + 7 = 12. അതേപോലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം Yയും 10ൻ്റെ സ്ഥാനത്തെ അക്കം Xഉം ആണെങ്കിൽ അവ തമ്മിലുള്ള തുക 11. അത് നമുക്ക് ഇങ്ങനെ എഴുതാം, X + Y = 11. അപ്പോൾ നമുക്ക് ഒരു സമവാക്യം കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. ഇവിടെയാണ് നമ്മളിതൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇത് ഒറ്റയുടെ സ്ഥാനത്ത് Y കിടക്കുമ്പോഴും 10ൻ്റെ സ്ഥാനത്ത് X കിടക്കുമ്പോഴാണ് ഈ സംഖ്യ. ഇവ പരസ്പരം മാറ്റിയാൽ ഈ 57 എന്നുള്ളത് മാറ്റിയാൽ 75, 7 ഇപ്പുറത്തേക്കും 5 ഇപ്പുറത്തേക്കായി. അതിൻ്റെ അർത്ഥം 7 10 5 1 ഇതേപോലെ നമ്മൾ ഈ Xനെയും Yനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ്. ഇനി എന്താണ്, 10ൻ്റെ സ്ഥാനത്ത് Yയും ഒറ്റയുടെ സ്ഥാനത്ത് Xഉം. അപ്പോൾ 10ൻ്റെ സ്ഥാനത്ത് Y ആണെങ്കിൽ 10Y പ്ലസ് ഒറ്റയുടെ സ്ഥാനത്ത് X. ഇതാണ് അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ. ഇത് പരസ്പരം മാറ്റിയാൽ 75 കിട്ടുക. 10ൻ്റെ സ്ഥാനത്തെ അക്കം X ആണ്, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം Y ആയിരുന്നു. അത് തിരിച്ച് 10ൻ്റെ സ്ഥാനത്തെ അക്കം Y ആണെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം X ആണെങ്കിൽ ഉള്ള സംഖ്യയാണ് 10Y + X. ഈ സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. ആദ്യത്തെ സംഖ്യ ഏതായിരുന്നു? 10X + Y ആയിരുന്നു. ഇതിനേക്കാൾ 27 കൂടുതൽ. അപ്പോൾ ഇവിടെ ഒന്നും കൂടെ ശ്രദ്ധിക്കുക, 10ൻ്റെ സ്ഥാനത്ത് Xഉം ഒറ്റയുടെ സ്ഥാനത്ത് Yയും ആയപ്പോഴാണ് നമ്മൾ ഈ സംഖ്യ എഴുതിയത്. പിന്നെ നമ്മളോട് പറഞ്ഞത് ഈ അക്കങ്ങൾ പരസ്പരം മാറി. അക്കങ്ങൾ മാറിയപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തുള്ളത് 10നും ആയി, 10ൻ്റെ സ്ഥാനത്തുള്ളത് ഒറ്റയ്ക്കും ആയി. അങ്ങനെ ആവുമ്പോൾ സംഖ്യ 10Y + X ആയി. ഇനി ഇത് ആദ്യത്തെ സംഖ്യയേക്കാൾ, ഇതാണ് ആദ്യത്തെ സംഖ്യ 10X + Y, അതിനേക്കാൾ 27 കൂടുതൽ പ്ലസ് 27, അതാണിത്. ഇനി സമവാക്യം 10Y + X, എല്ലാത്തിനെയും ചരങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. -10X - Y = 27. 10Y - 1Y 9Y. X - 10X വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം 9X = 27. ഇതിലും എല്ലാത്തിലും 9 പൊതുഘടകമാണ്. 9Y - 9X = 27നെ /9 എല്ലാത്തിനും 9 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ക്യാൻസലായി പോയി. ഇത് 27ൽ 3 പ്രാവശ്യം. അപ്പോൾ Y - X = 3. ഇതാണ് രണ്ടാമത്തെ സമവാക്യം. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ആദ്യം ഒരെണ്ണം കണ്ടുവച്ചിട്ടുണ്ട്, X + Y = 11 അക്കങ്ങളുടെ തുക. അത് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം. അപ്പോൾ നേരെ ചരങ്ങൾ സജാതീയ പദങ്ങൾ വരുന്ന വിധത്തിൽ X ഇവിടെ എഴുതാം. X Y രണ്ടും പ്ലസ് ആണ്. Y + X = 11. ഇവ തമ്മിൽ കൂട്ടിയാൽ, കൂട്ടുന്നത് വ്യത്യസ്ത ചിഹ്നങ്ങളായതുകൊണ്ട് അതിൻ്റെ തുക 0 ആയിരിക്കും. അപ്പോൾ 2Y Y + Y 2Y + 0 11 3 14. Y = 14/2 = 7. ഇനി അത് ഈ സമവാക്യത്തിൽ കൊടുത്താൽ
എക്സ് പ്ലസ് 7 സമം 11. അപ്പോൾ എക്സ് സമം 11 മൈനസ് 7 സമം 4. അപ്പോൾ എക്സ് സമം 4. അപ്പോൾ നമ്മുടെ പഴയ സംഖ്യ 10ൻ്റെ സ്ഥാനത്തൊക്കെ എക്സ് ആയിട്ടാണ് എടുത്തത്. അപ്പോൾ പഴയ സംഖ്യ 4ഉം ഒറ്റയുടെ സ്ഥാനത്തൊക്കെ വൈ ആയിട്ടാണ് എടുത്തത്. അതാണ് നമുക്ക് 47. ഇനി പറഞ്ഞതുപോലെ നമുക്കൊന്ന് നോക്കാം. ഇനി ഇത് തിരിച്ചിട്ടാൽ 74 ആ തിരിച്ചിട്ടാൽ 47നേക്കാൾ 27 കൂടുതലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 47ൻ്റെ കൂടെ 27 കൂട്ടിയാൽ 7 7 14, 4 2 6 1 7. അപ്പോൾ 47 നമ്മുടെ സംഖ്യ. അത് തിരിച്ചിട്ടാൽ 74. ആ തിരിച്ചിട്ടാലുള്ള സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. ശരിയാണ്, നമ്മുടെ ഉത്തരം ശരിയാണ്. 4th question. The price of 17 trophies and 16 medals is 2,180 rupees. The price of 16 trophies and 17 medals is 2,110 rupees. What is the price of each? 17 ട്രോഫികൾക്കും 16 മെഡലുകൾക്കും കൂടി 2150 രൂപയാണ് വില. 16 ട്രോഫികൾക്കും 17 മെഡലുകൾക്കും കൂടി 2110 രൂപയാണ് വില. ഒരു ട്രോഫിയുടെ വില എന്താണ്? ഒരു മെഡലിൻ്റെ വില എന്താണ്? അപ്പോൾ ഇതേപോലെയുള്ള കണക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓറഞ്ചിൻ്റെയും ആപ്പിളിൻ്റെയും ഇതിൽ. അപ്പോൾ ട്രോഫിയുടെ വിലയും ചോദിച്ചിട്ടുണ്ട്, മെഡലിൻ്റെ വില ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രോഫിയുടെ വില എക്സ് എന്നും മെഡലിൻ്റെ വില വൈ എന്നും കരുതാം. സമവാക്യം എഴുതാനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 17 ട്രോഫികൾക്കും 16 മെഡലുകൾക്കും. അപ്പോൾ ഒരു ട്രോഫിയാണ് എക്സ്. അപ്പോൾ 17 ട്രോഫി എന്ന് പറഞ്ഞാൽ 17 എക്സ്. ഇനി ഒരു മെഡലാണ് വൈ. 16 മെഡൽ എന്ന് പറഞ്ഞാൽ 16 വൈ. ഇതിന് രണ്ടിനും കൂടി 2180 രൂപ പ്ലസ് സമം 2180. ഒരു സമവാക്യം കിട്ടി. ഇനി അടുത്തത് തിരിച്ച് 16 ട്രോഫിക്കും. ഇനി ട്രോഫി എക്സ് ആണ്. 16 ട്രോഫി എന്ന് പറഞ്ഞാൽ 16 എക്സ്. മെഡല് വൈ ആണ് 17. അപ്പം ഇത് 17 വൈ. ഇതിന് രണ്ടിനും കൂടി 2110 രൂപ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? ഈ രണ്ട് സമവാക്യങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് ഒരു സമവാക്യം നമുക്ക് കിട്ടും. അതേപോലെ ഇവ തമ്മിലുള്ള വ്യത്യാസം ചെയ്താലും ഒരു സമവാക്യം കിട്ടും. അവ ക്രിയ ചെയ്യുന്നതാണ് എളുപ്പം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കൂട്ടാം. ഒന്നാമത്തെ സമവാക്യവും രണ്ടാമത്തെ സമവാക്യവും പ്ലസ് ചെയ്യാം. അപ്പോൾ 33 എക്സ് പ്ലസ് 33 വൈ സമം 0. 8 9 2 4. ഇതിൽ 33 ഇതിലും 33 ഘടകമാണ്. അപ്പോൾ നമുക്കിതിനെ 33 കൊണ്ട് ഹരിക്കാം. പ്ലസ് 33 വൈ സമം 42 90. എല്ലാത്തിനെയും 33. ഇങ്ങനെ വരുമ്പോൾ ഇതിൽ 33 ഘടകമായതുകൊണ്ട് ഇതിലും 33 ഘടകമാവുമെന്ന് ഊഹിച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. 42 90നെ 33 കൊണ്ട് നമ്മളിങ്ങനെ ഘടകങ്ങളായിട്ട് ക്യാൻസൽ ചെയ്യുന്നത് 33 42 ഒരു പ്രാവശ്യം, ബാക്കി 9 ആണ്. 9 ഈ 9ൻ്റെ അടുത്ത് ഇങ്ങനെ എഴുതിയാൽ 99. 99ൽ 33 3 പ്രാവശ്യം. 33 × 3 9 3 പ്രാവശ്യം. പിന്നെ ഈ 0 അങ്ങനെ എടുത്താലും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 33 ക്യാൻസലായി. ഇവിടെ ഇതിൽ 130. അപ്പോൾ ബാക്കി എക്സ് പ്ലസ് വൈ സമം 130. ഇതാണ് പിന്നത്തെ സമവാക്യം. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്ത? സമവാക്യങ്ങൾ രൂപീകരിച്ചു. ഈ 17 ഈ എക്സിൻ്റെ ഗുണോത്തരം കോയിഫിഷ്യൻ്റ് അടുത്തേൽ വൈയുടെയാണ്. ഇതിൽ വൈയുടെ ഗുണോത്തരം പിന്നത്തേൽ എക്സിൻ്റെ ആണ്. ആ ഒരു പ്രത്യേകത വരുമ്പോഴാണ് ഈ രണ്ട് സമവാക്യങ്ങൾ തമ്മിൽ കൂട്ടിയിട്ടൊരു സമവാക്യം, ഇവ തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ടും ഒരു സമവാക്യം, അവ ക്രിയ ചെയ്യുന്ന രീതി നമുക്ക് ഇത്തിരി കൂടെ എളുപ്പമാണെന്ന് പറഞ്ഞത്. കൂട്ടിയപ്പോൾ നമുക്ക് 33 എക്സ് 33 വൈ. അപ്പോൾ ഇതിൽ 33 പോകുന്നൊന്ന് ഹരിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടി 130 പ്രാവശ്യം.
അങ്ങനെ 33 ഇതിൽ നിന്നെല്ലാം ഘടകം ക്യാൻസൽ ചെയ്ത് എക്സ് പ്ലസ് വൈ സമം 130. അപ്പോൾ ഇതൊരു സമവാക്യം കിട്ടി. ഇനി അടുത്തത് പറഞ്ഞത് നമ്മൾ മൈനസ് ചെയ്യാമെന്നാണ്. അപ്പോൾ 17x പ്ലസ് 16y സമം 2180 മൈനസ് 16x പ്ലസ് 17y സമം 2110. ഇവ തമ്മിൽ 1 മൈനസ് 2. 17xൽ നിന്ന് 16x പോയാൽ 1x. 16y മൈനസ്, നമ്മൾ കൂടെ എല്ലാത്തിനും ഒന്ന് മൈനസ് ഇടാമെന്ന് പറഞ്ഞു. മൈനസ് ചെയ്യുമ്പോൾ 17x മൈനസ് 16x എക്സ്. 16y മൈനസ് 17y മൈനസ് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം മൈനസ് y സമം 2180 നിന്ന് 2110 കുറച്ചാൽ 70. അപ്പോൾ എക്സ് മൈനസ് 70 ഇവിടെ ആദ്യം കിട്ടിയത് എക്സ് പ്ലസ് വൈ സമം 130. ഇവ തമ്മിൽ കൂട്ടിയാൽ ഈ പ്ലസ് വൈ മൈനസ് വൈ ഇത് സങ്കലന വിപരീതം 0 ആയിക്കോളും. എക്സ് പ്ലസ് എക്സ് 2x 0 സമം 200. എക്സ് സമം 200/2 സമം 100. അപ്പോൾ എക്സ് സമം 100. ഇത് ഈ സമവാക്യത്തിൽ കൊടുത്താൽ എക്സ് പ്ലസ് വൈ സമം 130. അതിൽ എക്സിൻ്റെ വില 100 കൊടുത്താൽ 100 പ്ലസ് വൈ സമം 130. വൈ സമം 130 മൈനസ് 100 സമം 30. വൈ സമം 30, എക്സ് സമം 100. എക്സ് എന്ന് പറഞ്ഞാൽ ട്രോഫിയുടെ പ്രൈസാണ്. Let x be the price of trophy and y be price of medal. എക്സ് നമ്മൾ ട്രോഫി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രൈസ് ഓഫ് ട്രോഫി, വൈ പ്രൈസ് ഓഫ് മെഡൽ. ഇതാണ് നമ്മുടെ ഉത്തരം. എ സ്റ്റോറി ഫോർ യു. തേളും തവളയും പല പ്രാവശ്യം കണ്ടുമുട്ടി. ഓരോ പ്രാവശ്യം കണ്ടുമുട്ടുമ്പോഴും അവർ അവരുടെ പരിചയം പുതുക്കി. പതുക്കെ പതുക്കെ അവർ നല്ല സുഹൃത്തുക്കളായി. അപ്പോഴൊക്കെ തവളയുടെ കൂട്ടത്തിലുള്ളവർ തവളയോട് പറഞ്ഞു, വേണ്ട, തേളിൻ്റെ കൂട്ടുകൂടണ്ട, തേളിനെ വിശ്വസിച്ചുകൂടാ എന്ന്. പക്ഷേ തവളയ്ക്ക് തൻ്റെ കൂട്ടുകാരനെക്കുറിച്ച് അങ്ങനെ പറയുന്നത് ഒട്ടും ഇഷ്ടമായില്ല. തവള അതിനൊന്നും പ്രതികരിക്കാതെ തേളിൻ്റെ കൂടെ കൂട്ടുകൂടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം തേള് പറഞ്ഞു, നീ എത്ര ഭാഗ്യവാനാണ്, നിനക്ക് പുഴയുടെ അപ്പുറവും ഇപ്പുറവും ഒക്കെ കടക്കാലോ. എനിക്കാണെങ്കിൽ ഈ പുഴയുടെ അപ്പുറം എന്താണ് ലോകം എന്ന് പോലും അറിഞ്ഞുകൂടാ. തവള പറഞ്ഞു, ഇതുപോലെയൊക്കെ തന്നെയാണ് അവിടെയും, എന്നാലും എനിക്കതൊന്നും കാണാൻ കഴിയുന്നില്ല. നിനക്ക് എന്നെ ഒന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാമോ? തേള് ചോദിച്ചു. അതിനെന്താ, കൊണ്ടുപോകാലോ, തവള പറഞ്ഞു. എല്ലാ വാക്കും കൊടുത്ത് ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ തവള ചിന്തിച്ചു, തേളിൻ്റെ അത്ര അടുത്ത് താൻ നിന്നിട്ടില്ല, അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തേള് തന്നെ ചതിക്കുമോ? തവളയുടെ ആലോചന കണ്ട് തേള് ചോദിച്ചു, നീ എന്താ ചിന്തിക്കുന്നത്? ഞാൻ നിന്നെ ചതിക്കുമോ എന്നാണോ? ഒരിക്കലും ഇല്ലല്ലോ, നീ എൻ്റെ കൂട്ടുകാരനല്ലേ. അങ്ങനെ രണ്ടുപേരും കൂടി പുഴയുടെ അപ്പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അതിനായി തേള് തവളയുടെ പുറത്തേക്ക് കയറി. അങ്ങനെ തവള പതുക്കെ പുഴയിലേക്ക് ഇറങ്ങി പതുക്കെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തവളയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നി. തവള തേളിനോട് ചോദിച്ചു, തേളെ, നീ എന്നെ മുറുക്കി പിടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, തേള് പറഞ്ഞു. അങ്ങനെ പുഴയുടെ നടുക്കെത്തിയപ്പോൾ തേള് വല്ലാതെ തവളയെ മുറുക്കി പിടിക്കാൻ തുടങ്ങി. തവള പറഞ്ഞു, തേളെ, നീ എന്നെ ഇത്ര മുറുക്കി പിടിക്കരുത്, എനിക്ക് വേദനിക്കുന്നു. മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് തേളിൻ്റെ ആ പിടുത്തത്തിൻ്റെ മുറുക്കം കൂടി വന്നു. തവള പറഞ്ഞു, നീ എന്നെ ഇങ്ങനെ മുറുക്കി പിടിക്കരുത്, എനിക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നില്ല, ഞാനും നീയും ഈ പുഴയിൽ മുങ്ങിപ്പോകും. പക്ഷേ തേള് തൻ്റെ പിടുത്തം മുറുക്കിക്കൊണ്ടേയിരുന്നു. രണ്ടുപേരും വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരുന്നു. തവള ചോദിച്ചു, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നമ്മൾ രണ്ടുപേരും വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുമെന്ന്. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ രണ്ടുപേരും വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോയി. കുട്ടികളെ, നമുക്കുമുണ്ട് ഒത്തിരി കൂട്ടുകാർ. സൗഹൃദം എന്നത് സുഹൃത്താണ്. പക്ഷേ ഇവിടെ തേള് അവസാനം പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല തവളെ, ഞാൻ ഇങ്ങനെയാണ് ചില സുഹൃത്തുക്കൾ. നമ്മൾ എത്ര ജീവൻ കൊടുത്ത് വിശ്വസിച്ചാലും തിരിച്ചു വിശ്വസിക്കാൻ കൊള്ളില്ല എന്നറിഞ്ഞാലും നമ്മൾ വീണ്ടും വീണ്ടും കൂട്ടുകൂടും. സൗഹൃദങ്ങൾ സൂക്ഷിച്ച് തിരഞ്ഞെടുത്തില്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ സൂക്ഷിച്ച് മാത്രം തിരഞ്ഞെടുക്കുക.
കുട്ടികളെ, 4ാമത്തെ ക്വിസിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്നറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. നെക്സ്റ്റ് ക്വിസും കൂടെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. സ്റ്റേ പോസിറ്റീവ്. താങ്ക്